ഈ ഒരു ഫാമിലിയുടെ ഫോട്ടോ കണ്ടപ്പോഴേ ഒരുപാട് സങ്കടം തോന്നി. ഈ ഒരു ഫോട്ടോ ഒന്നല്ല കേട്ടോ, 241 ആൾക്കാരാണ് ഇന്നലത്തെ വിമാനാപകടത്തിൽ മരിച്ചത്. അതിലിങ്ങനെ കുറച്ച് ആൾക്കാർ ഫ്ലൈറ്റിൽ കയറി അവർ യാത്ര ടേക്ക് ഓഫിന് മുമ്പായിട്ട് ചില സെൽഫീസും അതുപോലെ തന്നെ ചില വീഡിയോസും ഒക്കെ ഇട്ടിരുന്നു. അപ്പം അവരുടെ പോസ്റ്റുകളിൽ നിന്നും അവരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള പോസ്റ്റുകളാണിത്. ഇത് മറ്റ് 2 UK സിറ്റിസൺസ് അവർ ഇന്ത്യനോട് ഗുഡ് ബൈ പറഞ്ഞ് വളരെ ഹാപ്പിയാണ്. അവർ തിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ UK പോവുകയാണ്, 10 മണിക്കൂർ ട്രാവലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ. അതുപോലെ തന്നെ ഒരുപാട് പേരുകളുടെ പോസ്റ്റുകൾ നമ്മൾ കണ്ടു. ഇതൊക്കെ കാണുമ്പം നമുക്കൊരുപാട് സങ്കടവും എന്താ പറയുക, വല്ലാത്തൊരു ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിമാനാപകടം നടന്നു കഴിഞ്ഞിട്ട് ടാറ്റ ഇന്നലെ മരിച്ച ആൾക്കാർക്ക് 1 കോടി രൂപ വെച്ചിട്ട് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ടാറ്റ 1 കോടിയല്ല 100 കോടി കൊടുത്തു കഴിഞ്ഞാലും ഈ നഷ്ടങ്ങളൊന്നും ഒരു കാലത്തും തീരാത്ത നഷ്ടങ്ങൾ തന്നെയാണ്. ഈ ഒരു അപകടത്തിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല ആളുകളും പല ചാനലുകളും പല യൂട്യൂബ് ചാനലുകളും പല വ്യക്തികളും പല രീതിയിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പല ന്യൂസുകളും പല പോസ്റ്റുകളും ഇടുന്നത് കണ്ട് ഭയങ്കര മോശമായിട്ടുള്ള പോസ്റ്റ് ഇട്ട് ഒരുപാട് പേരുണ്ട്, ഭയങ്കര ദുഃഖത്തോടു കൂടി പോസ്റ്റ് ഇട്ട് ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു അപകടം നടന്ന ഈ ഒരു വിമാനം ബോയിങ് 7878 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വിമാനം ഒരുപാട് പഴക്കം ചെന്ന വിമാനമൊന്നുമല്ല. ആകെ 12 വർഷങ്ങൾ മാത്രമായിട്ടുള്ള ഒരു വിമാനമാണ്. ആദ്യമായിട്ട് ഈ ഒരു വിമാനം ഉണ്ടാക്കുന്നത് 2009 ഡിസംബർ 15 ഈ വിമാനം ലോഞ്ച് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ വിമാനം ഇന്ത്യ വാങ്ങിക്കുന്നത് 2013 അതായത് 12 വർഷങ്ങൾ മാത്രം പഴക്കമുള്ളൊരു വിമാനം. ഇത്തരത്തിലുള്ള ഈ ഒരു വിമാനം 7878 എന്ന് പറഞ്ഞിട്ടുള്ള ബോയിങ്ങിൻ്റെ ഈ ഒരു വിമാനം ആദ്യമായിട്ടാണ് അവർ മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് അവർ ഇത്രയും കാലം വിറ്റ് കഴിഞ്ഞ് ഇത്രയും കാലം ട്രാവൽ ചെയ്ത വിമാനത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അപകടം ഈ വിമാനത്തിന് ഉണ്ടാകുന്നത്. പലരും ഈ വിമാനത്തിൻ്റെ മാനുഫാക്ചറിങ് ഇഷ്യൂസ് ബോയിങ് ഈ ഒരു വിമാനം ഉണ്ടാക്കിയ സമയത്ത് ഇതിൻ്റെ എൻജിനിൽ പല ലൂപ്പ് ഹോൾസും ഉണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള അപകട ചാൻസുകൾ ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് ഇന്നലും ഇന്നും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. പക്ഷേ ഈ വിമാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ വിമാനത്തിനൊരു അപകടം ഉണ്ടാകുന്നത്. ഇനി അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് എടുത്തിരുന്ന 2 പൈലറ്റ്സ് ഉണ്ട്. അതിലെ മെയിൻ പൈലറ്റ് ആയിട്ടുള്ള ആൾ 8600ഓളം അവേഴ്സ് ഫ്ലൈ ചെയ്തിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റ് തന്നെയാണ്. അതിൻ്റെ സെക്കൻഡ് പൈലറ്റായിട്ട് വരുന്ന ആളും ഏകദേശം 1200-1500ഓളം അവേഴ്സ് ട്രാവൽ ചെയ്തിട്ടുള്ളൊരു പൈലറ്റാണ്. അപ്പോൾ പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് കുറവ് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് എന്ന് പോലും നമുക്കിതിനെ പറയാൻ പറ്റില്ല. ഇതായിരുന്നു രണ്ടാമത്തെ പലരുടെയും വാദം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഫ്ലൈറ്റ് എടുത്ത സമയത്ത് അഹമ്മദാബാദിലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചായിരുന്നു. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ക്ലൈമറ്റ്. ആ സമയത്ത് വിൻഡിൻ്റെ ഗതി കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടായിരുന്നു ഫ്ലൈറ്റിനുണ്ടായിരുന്നത്. ഈ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റിനെ കൊണ്ടോ അതല്ലെങ്കിൽ ക്ലൈമറ്റ് കൊണ്ടോ ഈ ഫ്ലൈറ്റിനൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. പിന്നെ ആൾക്കാരൊക്കെ ചോദ്യം ചെയ്യാൻ പോകുന്നത് അടുത്ത സെഷൻ, അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ് ഒരുപാട് പേര് വന്നിട്ട് ഒരുപാട് ചാർട്ടുണ്ട്, ചെക്ക് ലിസ്റ്റുകളുണ്ട്. ഈ ഫ്ലൈറ്റിൻ്റെ A to Z ചെക്ക് ലിസ്റ്റ് കൺഫേം ചെയ്ത് എല്ലാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ടേക്ക് ഓഫിന് ഫ്ലൈറ്റിനെ അലോ ചെയ്യുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഒരു ചാർട്ട് ചെക്കിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തു പോയോ, മറന്നു പോയോ, അതല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് വല്ല ഇഷ്യൂസും വന്നോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാറ്റയ്ക്കെതിരെ ഉയരുന്നത്. അത് കഴിഞ്ഞിട്ട് അതും ഓക്കെ ആയിട്ട് പോലും ഫ്ലൈറ്റ് പൊങ്ങി ടേക്ക് ഓഫ് കഴിഞ്ഞ് വിത്തിൻ 3 മിനിറ്റ്സിൽ ഫ്ലൈറ്റ് നിലം കുത്തണമെങ്കിൽ അത് പിന്നെ എൻജിൻ്റെ തകരാറാണോ, അതല്ലെങ്കിൽ ബോയിങ് ഈ പറഞ്ഞ എൻജിനിൽ മറ്റ് വല്ല ഇഷ്യൂസും വന്നോ, മറ്റ് പുറത്തുനിന്ന് വല്ല പക്ഷികൾ വന്ന് വല്ല എൻജിൻ്റെ അകത്തോട്ട് പെട്ടുപോയോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ വന്നു. പക്ഷെ അതും അപ്രസക്തമാണെന്നാണ് അവിടുത്തെ ദൃക്സാക്ഷികളും ബാക്കിയുള്ള ആളുകളും പറയുന്നത്. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഈ ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വീൽസ്, അതായത് ടയേഴ്സ് ഉണ്ടല്ലോ, അത് ഇത്രയും വിത്തിൻ സെക്കൻഡ്സിൽ അത് അകത്തോട്ട് കയറിയിട്ടില്ല. അതുപോലെ വിൻഡിൽ വരുന്ന ചില ഷെൽട്ടേഴ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ്ലി അടഞ്ഞിരിക്കണം എങ്കിലേ ഫ്ലൈറ്റ് പൊങ്ങുന്നുള്ളൂ, അത് അടഞ്ഞിട്ടില്ല.
അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്ന സമയത്ത് ഫ്ലൈറ്റിൻ്റെ എഞ്ചിനും അതല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എന്തോ സാങ്കേതിക തകരാറുകൾ ഫ്ലൈറ്റിൽ ഉണ്ടായിട്ടുണ്ട്, അതാണ് ഈ അപകടത്തിനുള്ള കാരണം എന്ന് കുറേ ആളുകൾ അനുമാനിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ നമ്മളെ ഫ്രണ്ടിൽ നമുക്ക് അനുമാനങ്ങൾ മാത്രമാണ്. കുറേ പേര് അനുമാനിച്ചിട്ടുണ്ട്. ഒരാൾ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇതിൽ മരിച്ചു പോയിട്ടുണ്ട്, പൈലറ്റ് അടക്കം. ഇനി ആകെ നമുക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻ ഏവിയേഷനോ അല്ലെങ്കിൽ ഇതാരാണോ ഇത് അന്വേഷിക്കാൻ പോകുന്നത്, ആ സംഘടന, ആ ഒരു ഏജൻസിക്കോ ആർക്ക് വേണമെങ്കിലും ഇനി നോക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ കമ്മ്യൂണിക്കേഷൻസും അതിലെ ഫ്ലൈറ്റിലെ ടോട്ടൽ സാങ്കേതികപരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതെങ്കിൽ അതിൽ നിന്ന് മാത്രമേ ഇനി റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ, ഇന്നിപ്പോൾ ഇത്രയും ദിവസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾക്കിടക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷേ ഉണ്ടല്ലോ, ഇതിനൊക്കെ മാറ്റി നിർത്തി ഈ ഒരു വീഡിയോ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ വീഡിയോ ഇത്രയും ഡീറ്റെയിൽസ് തുടക്കത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെയുള്ളൊരു കാരണം, നമ്മുടെ നാട്ടിലെ പല ആളുകളും, എസ്പെഷ്യലി മലയാളികളും നോർത്ത് ഇന്ത്യയിലുള്ള പല ആളുകളും, കുറേ സംഖ്യകൾ തന്നെ നമുക്ക് പറയാം, ഈ ഫ്ലൈറ്റ് വിട്ടത് മുസ്ലിം പൈലറ്റാണോ, അവർക്കൊന്നും അറിയില്ല എങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, മുസ്ലിം പൈലറ്റ് ആണെങ്കിൽ അവർ ജിഹാദി ആയിരിക്കും, അവർ തകർത്തതായിരിക്കും, അതല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ അകത്ത് വല്ല ജിഹാദികളും കയറിയിരിക്കും, അവർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി ബോംബ് വെച്ചിട്ട് ഫ്ലൈറ്റിനെ തകർത്തതായിരിക്കും, അതല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രൗണ്ട് അറ്റൻഡേഴ്സ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആരെങ്കിലും ഇതിൽ വല്ല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവും, ഫ്ലൈറ്റ് പൊന്തിക്കഴിഞ്ഞാൽ താഴോട്ട് വീകാനുള്ള, ഇതിനുള്ള എല്ലാം ചാൻസും ഉണ്ട്. ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട കുറേ ആൾക്കാരായിരിക്കും ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള 100 കണക്കിൽ പോസ്റ്റുകളും കമൻറ്റുകളും ഞാൻ കണ്ടു. അതിൽ ഒരുപാട് ദൂരത്തോട്ടൊന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളികൾ കുറച്ച് പേരിട്ട പോസ്റ്റുകളുണ്ട്, അത് നമുക്കൊന്ന് വായിച്ചിട്ട് പോകാം. ABC മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃത്തികെട്ട നീച വാണച്ചാണകങ്ങളുടെ ചാനലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ ഇങ്ങനത്തെ കാര്യങ്ങൾ പോസ്റ്റ് അല്ലെങ്കിൽ തംബ്നെയിൽ ഇട്ടിട്ട് അവർ വീഡിയോ ചെയ്തത്. അവരുടെ ചില വീഡിയോസിനെ തംബ്നെയിലാണ് എന്തിന് എന്നെ സഹായിക്കൂ, പൈലറ്റ് 3 തവണ ATCയിൽ വിളിച്ചു പറഞ്ഞു എന്നും പറഞ്ഞിട്ട് തംബ്നെയിൽ കാണും. നമ്മളത് നിൽക്കുന്ന സമയത്ത് അവർ പറയുന്നത് പൈലറ്റിനെ ആരോ അപകടപ്പെടുത്തിയിട്ടുണ്ട്, പൈലറ്റിനെ ആരോ അപായം ചെയ്യാൻ പോയിട്ടുണ്ട്, അത് നമ്മുടെ നാട്ടിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിരിക്കില്ലേ. അവരുടെ ഊഹങ്ങളാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഒന്നല്ല ഒരുപാട്. ഈ ഒരു വീഡിയോസ് അവരിട്ട് അടുത്ത അവരുടെ വീഡിയോ ഇതായിരുന്നു, വിമാനം തകരും മുമ്പ് പൈലറ്റ് നിലവിളിച്ചത് എന്തിന്, അവിടെ എന്തോ ബാഹ്യശക്തികൾ അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ അകത്ത് ആരോ വന്നിട്ടുണ്ട്, അവരെന്തോ ചെയ്തിട്ടുണ്ട്, ഇതായിരുന്നു അവരുടെ സംസാരം. എന്നിട്ട് ആ വീഡിയോസിൻ്റെ താഴത്ത് വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിച്ചുതരാം. ഗുജറാത്ത് ടാറ്റ വിമാനം സുഡാപ്പി ഭീഷണി, കപ്പൽ അപകടങ്ങൾ, ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റുകളാണ് കണ്ടത്. അടുത്ത കമൻറ്റ്, അട്ടിമറി ആകാനാണ് സാധ്യത, കപ്പൽ ദുരന്തം, ഇപ്പോൾ പ്ലെയിൻ, നമ്മൾ ജാഗ്രത പാലിക്കണം. ഈ നമ്മളെന്ന് ഉദ്ദേശിച്ചത് സംഘികൾ ആണ്, ഹിന്ദുക്കൾ ജാഗ്രത പാലിക്കണം, മറ്റ് മുസ്ലിങ്ങളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ്. അടുത്ത കമൻറ്റ് ഇതായിരുന്നു, ഹമാസോളികളെ കുടഞ്ഞാൽ സംഗതി പുറത്തു വരും. അടുത്ത അവരുടെ കമൻറ്റ്, നിങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം പ്രസ്തുത ജ്യോത്സ്യനോട് തന്നെ ചോദിച്ചാൽ അപകട കാരണം അറിയാമായിരിക്കും. അതായത് അവരുടെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഈ എച്ചിൽ സുനി അല്ല സംഘസുനി, സംഘി വാണം സുനി, അതിൽ കാര്യം പറയുന്നുണ്ട്. അവൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ജ്യോത്സ്യനെ കണ്ടിരുന്നു. ജ്യോത്സ്യൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചില അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അഗ്നിഗോളങ്ങളും അഗ്നിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതിനൊരാളുടെ കമൻറ്റാണിത്. അപ്പം എനിക്കും ഈ പറഞ്ഞ പശുനക്കി തലയൻ സുനിലെ, നീ ഒന്ന് അയാളോട് തന്നെ പോയി ചോദിച്ചു നോക്ക്, ആരാണ് ഇട്ടത്, ഏത് ജിഹാദിയാണ് ഇട്ടത്, ഏത് മുസ്ലിമാണ് ഇത് ചെയ്തതെന്നും കൂടെ ചോദിച്ചാൽ അയാൾ അതും കൂടെ പറഞ്ഞാൽ പിന്നെ നിനക്കങ്ങ് റിപ്പോർട്ട് എഴുതി കൊടുക്കാമല്ലോ കേന്ദ്രത്തിലോട്ടെ, അല്ലേ? അതായിരിക്കും നല്ലത്. പിന്നെ ഇതിന് താഴത്ത് വന്ന മറ്റൊരു കമൻ്റ് ആയിരുന്നു, അൽ കേരള ഡൗട്ട്ഫുൾ. സ്വന്തം എന്താ പറയലേ, ഇവന്മാരെ പോലത്തെ കുറേ ചെറ്റകൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനുണ്ടാവും, അതിൻ്റെ താഴത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറേ സംഘപരിവാണങ്ങളും കൂടെ ജീവിച്ചു പോകുന്ന ഒരു വൃത്തികെട്ട സംഘി കേരളമായി മാറുന്നുണ്ട് നമ്മുടെ നാട്. സംഘികളെല്ലാം കൂടെ ചാണകം തൂറി പശു മൂത്രമൊഴിച്ച് നാറ്റിച്ച് പണ്ടാരമടക്കുന്ന ഒരു കേരളം രാജ്യമായിട്ട് നമ്മുടെ നാട് മാറുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അതിനിടയ്ക്ക് വേറെ പല ചാനലുകളും വന്ന്, മറ്റൊരു ചാനലാണ് തത്വമസി അഹമ്മദാബാദ് വിമാന അപകടം അട്ടിമറി, ടാറ്റ ലക്ഷ്യം, പറന്ന ഉടൻ പൈലറ്റ് പറയാൻ ശ്രമിച്ചതെന്ത്, അങ്ങനെ കുറേ സംഘവാണങ്ങളിട്ട ഒരുപാട് ന്യൂസുകളും ഒരുപാട് ഇതുമുണ്ട്. പിന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പിന്നെ ചാൻസ് വരുന്നത് മലം നമ്പ്യാർ തൂറിയിട്ട ചാനലായിട്ടുള്ള മലം ചാനലിൽ
മറ്റൊരു സംഗിണി വേണം, അവളുടെ വായിക്കൂടെ ഛർദ്ദിച്ചു വിട്ട ഒരിതാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചതാണോ എന്നും പരിശോധിക്കണം. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി അതിലുണ്ട്. ഈ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി, അതായത് ഇട്ട് തീണ ചാണത്തിൻ്റെ ഇതൊക്കെ ആര് പിടിക്കാൻ പോണ്, വള്ളി പിടിക്കാൻ പോണ്. ഏതോ കാലത്ത് പച്ചച്ചാണായി ജീവിച്ചിരുന്ന ഇത്തരത്തിലുള്ള ഗുജറാത്ത് മുഖ്യമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ ഉണങ്ങിയ ചാണമായി കഴിഞ്ഞു. ഇതിൻ്റെ പിന്നാലൊക്കെ ആര് പിടിക്കാൻ, അയാളെ കൊന്നിട്ട് ആർക്കെന്ത് കാര്യം എന്നുള്ള സാമാന്യ ബോധമെങ്കിലും സംഗിണി നിനക്ക് വേണം നുസ്രത്തെ. നിൻ്റെ സാമാന്യ ബോധത്തിലോട്ട് നിൻ്റെ കയറ്റാൻ വേണ്ടി പറഞ്ഞിരുന്നതാണിത്. അപ്പം ഇതുപോലെ 100 പേര് ഈ പറഞ്ഞ ഈ ഒരു അപകടം ഒരു മതത്തിനോട് കൂട്ടിക്കെട്ടി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു മതം ഒരു ന്യൂനപക്ഷ മതത്തിനോട് കൂട്ടിക്കെട്ടി ആഹ്ലാദിക്കുന്ന കുറേ പേരെ ഞാൻ കണ്ടു. വല്ലാത്തൊരു കഷ്ടം. ചാണകം എന്നും ചാണകം തന്നെ, ചാണകം എന്നും ചാണകമേ നാറുകയുള്ളൂ. ഇത്രയും വലിയൊരു അപകടത്തിൽ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബാക്കി, അല്ലെങ്കിൽ അതിൽ അപകടം പറ്റിയ ആൾക്കാർ കൊണ്ട് ഒരു അനുശോചനം പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പും കുന്നായ്മയും ചെറ്റത്തരും പറഞ്ഞ് നടക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലെ പരമവാണ സംഘികൾക്ക് മാത്രമായിരിക്കും.